മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനത്തിൽ വിവാദം. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയാക്കിയത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്ന് CPM. തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ പക്ഷപാതപരമായി നിലപാടെടുത്തെന്നും ആക്ഷേപം. സെക്രട്ടറി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തല. പോലീസ് സേനയിൽ സമൂല മാറ്റത്തിന് ആഭ്യന്തര വകുപ്പ്. സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കുമെന്ന് രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയെ നേരിടാൻ പ്രത്യേക പദ്ധതി. നിയമത്തെ വെല്ലുവിളിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ആഭ്യന്തരമന്ത്രി. മന്ത്രി KM ഷാജിയെ അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ഉടൻ. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും 3 പോലീസുകാരുമടക്കം 5 പ്രതികൾ. ആലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകി SIT. ധീരജ് കൊലപാതക കേസിലെ 1-ാം പ്രതിയെ DCC അംഗമാക്കി കോൺഗ്രസ്. നിഖിൽ പൈലിയെ അംഗമാക്കാൻ കത്തു നൽകിയത് DCC പ്രസിഡന്റ് CP മാത്യു. നിയമനം നൽകിയത് നിഖിൽ പൈലി അടക്കം 5 പേർക്ക്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ചു. മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രിയെ കാണാൻ അടുത്തയാഴ്ച വീണ്ടും ഡൽഹിക്ക്. പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ നിയമ പോരാട്ടത്തിന് സർക്കാർ. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സമരം കൂടുതൽ ശക്തമാക്കി DYFI. 50 പേർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് CPM. നടൻ ടിനി ടോമിനെതിരെ തുറന്നടിച്ച് നടി അൻസിബ. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. ജിഹാദി പരാമർശം, അദ്ദേഹത്തിന്റെ ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നുള്ള രാജിക്ക് കാരണം ടിനി ടോം. തനിക്കെതിരെ അവിഹിത കഥകൾ മെനഞ്ഞു, ജിഹാദി എന്നും ആക്ഷേപിച്ചു. ടിനിക്ക് സിനിമയിൽ ഗ്യാങ് ഉണ്ടെന്നും അൻസിബ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ടിനി ടോം. ഒരാൾ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് പുള്ളിക്കാരിനെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പറയാം, അതെ ഈ മനുഷ്യൻ എന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടെന്ന് ഞാൻ എങ്ങനെയാണ് അലിഗേഷൻ ചെയ്യുന്നത്? അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ വാർത്താ സമ്മേളനം ഉടൻ. ആ ഭാഗ്യശാലി കൊല്ലം ശൂരനാട് സ്വദേശി. വിഷു ബെമ്പർ ഭാഗ്യം വന്നത് പൊന്നനെ തേടി. അടിച്ചിട്ടില്ല, ആദ്യമായിട്ടുള്ള ഒരു നമ്പറിനൊക്കെ പോയിട്ടുണ്ട്. ഡെയിലി ലോട്ടറി എടുക്കുന്നുണ്ട്. അച്ഛൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ അച്ഛൻ അന്ന് രണ്ടാം സമ്മാനമായ 1,06,00,000 പേർക്ക്.